യൂട്യൂബ്, വാട്സപ്പ്, ഗൂഗിൾ ക്രോം അതുപോലെ തുടങ്ങിയ ആപ്ലിക്കേഷനുകളിലൊക്കെ വരുന്ന ബഫറിങ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നത്. യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്ന് കറങ്ങണത് നെറ്റാണെങ്കിൽ സ്പീഡും ഉണ്ടാവും. ഇത് എങ്ങനെയാണ് ഈ ബഫറിങ് എങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, വീഡിയോ കാണാം. നിങ്ങളെ മൊബൈൽ ഫോണിലുള്ള സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്താൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ കാണിക്കും. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷനുകളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം, യൂട്യൂബ് തുടങ്ങിയ എല്ലാ ആപ്ലിക്കേഷനുകളും ഈ ഒരു സെറ്റിങ്സിൽ ഉള്ള ഈ ഒരു ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പെർമിഷനുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടാത്ത ആപ്ലിക്കേഷനിലുള്ള പെർമിഷനുകളൊക്കെ ഓഫാക്കാനൊക്കെ പറ്റുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ സി ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് ആപ്ലിക്കേഷനിലാണ് ബഫറിങ് പ്രോബ്ലം ഉള്ളത് ആ ഒരു ആപ്ലിക്കേഷന് ഇവിടുന്ന് എടുക്കുക. അല്ലെങ്കിൽ ഇവിടെ മേളിലായിട്ട് സെർച്ച് ഉണ്ട്, അതിൽ പോയിട്ട് യൂട്യൂബിലാണ് ആ പ്രശ്നം ഉള്ളത് എങ്കിൽ യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ളതിൽ. സ്റ്റോറേജ് ആൻഡ് ക്യാഷ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആപ്ലിക്കേഷൻ്റെ ആ ഒരു യൂട്യൂബിൻ്റെ സൈസ് 161 MB, യൂസർ ഡാറ്റ 3.14, അതുപോലെ ക്യാഷ് 330 MB, അതുപോലെ ടോട്ടൽ ഇതിൻ്റെ MB 495 MB ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ MB 161 MB. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാഷ്, നമ്മൾ യൂട്യൂബിൽ എത്ര ടൈം വീഡിയോ കാണുന്നുണ്ടോ അതിൻ്റെ ഒരു അംശം കുറച്ച് ഭാഗം ക്യാഷ് മെമ്മറി എന്നുള്ള രീതിയിലോട്ട് ഇവിടെ വന്ന് കിടക്കും. ഇതിപ്പോൾ എൻ്റെ ഒരു ഏകദേശം ഒരു 2-3 ആഴ്ചത്തെ ഒരു MB ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നിങ്ങൾ ഒരു മാസത്തോളം ഇങ്ങനെ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 GB എങ്കിലും ഇതിൻ്റെ അകത്തുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ 330 MB ഒക്കെ ഉണ്ടാവാൻ പാടില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഇവിടെ കാണാം ക്ലിയർ ക്യാഷ് എന്നുള്ളതിൽ നിങ്ങളിത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ 330 MB ഇവിടുന്ന് പോയത്. പിന്നെ ഇത് ഒരിക്കലും നിങ്ങളിതിന്മേൽ ക്ലിക്ക് ചെയ്യാതെ ക്ലിയർ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂട്യൂബിൽ നമ്മൾ ജിമെയിലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ജിമെയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനിലും ഗൂഗിളിൻ്റെ എല്ലാ ആപ്ലിക്കേഷനിലും ഓട്ടോമാറ്റിക്കായിട്ട് കയറും. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ആ ഒരു ജിമെയിൽ അങ്ങോട്ട് പോകും. ബാക്കിയുള്ളതിൽ എല്ലായിടത്തും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതിലൊരിക്കലും ക്ലിക്ക് ചെയ്യരുത്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ അടുത്തത് യൂട്യൂബ് അല്ലാത്ത വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുത്ത് നോക്കാം. ഇതുപോലെ ഗൂഗിൾ ക്രോമാണിത്. ഗൂഗിൾ ക്രോമിൽ നിങ്ങളൊന്ന് സ്റ്റോറേജ് ആൻഡ് ക്യാഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിവിടെ കാണാം 331 MB ആണ് ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഇതുപോലെ ക്ലിയർ ആക്കുക. അത് പോയി. ഇനി അടുത്തത് വേറെ ഏതിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ. ഫേസ്ബുക്കിൽ 582 MB ആണ് ടോട്ടൽ കാണിക്കുന്നത്. സ്റ്റോറേജ് ആൻഡ് ക്യാഷ് 75 MB ആണ് ഇതിനകത്തുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ മുമ്പ് എടുത്തതിനെക്കാട്ടി കുറച്ചും കൂടി ആ ബഫറിങ് മാറിക്കിട്ടും. നല്ല സ്പീഡായിരിക്കും, ഇൻ്റർനെറ്റിന് നല്ല സ്പീഡായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ചക്ക് ഇത് മാറ്റി വെക്കുക. ഒരാഴ്ചയായിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. ഇത് ചെയ്യാതിരിക്കരുത്. മൊബൈൽ ഫോണിന് ചെറിയ കംപ്ലൈൻറ്റുകളൊക്കെ വരും. ഒരുപാട് ചാർജ് കഴിയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇത് കാരണമായിരിക്കും സംഭവിക്കാൻ പോണത്. അപ്പോൾ ഓക്കെ, ഇതിങ്ങനെയാണ് ചെയ്യൽ. സ്പീഡ് എല്ലാ ആപ്ലിക്കേഷനിലും ഇതുപോലെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾ ചെയ്യാം. ഇപ്പോൾ 3 ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഗൂഗിൾ പ്ലേ സ്റ്റോർ തുടങ്ങിയ ആപ്ലിക്കേഷനുകളെല്ലാം നിങ്ങൾ പറഞ്ഞ പോലെ ഈ ടൂമാറ്റൊക്കെ നിങ്ങൾ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വരും. ഇതിനൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഡൗൺലോഡിങ് ചെയ്യുന്നതിൻ്റെ ആ ഓപ്ഷൻ വരാൻ കുറച്ച് ടൈം പിടിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ഒരു MB ഇവിടെ വന്ന് ക്ലിയർ ക്യാഷ് എന്ന് അടിച്ചു കൊടുത്താൽ അത് ക്ലീൻ ആവും. അപ്പോൾ അതിൻ്റെ അകത്ത് പോയിട്ട് പിന്നെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നിടത്ത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നത് കാണാം.
അപ്പോൾ ഇതാണ് പ്രോബ്ലം. ഇവിടെ വന്ന് ക്ലിയർ ക്യാഷ് എന്ന് അടിച്ചു കൊടുത്താൽ അത് പോവും. എത്ര ഉള്ള പരിപാടി ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ നോക്കുക. പ്രത്യേകം പറയുന്നു, ക്ലിയർ സ്റ്റോറേജ് ഒരിക്കലും തൊടരുത്. തൊടാൻ പാടിയാത്ത സ്ഥലങ്ങൾ എന്താണെന്ന്, ഏത് ആപ്ലിക്കേഷനാണ് പ്രത്യേകിച്ചും തൊടാൻ പാടിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ലോഗിൻ ചെയ്ത് വെച്ചാൽ ഇവിടെ പോയിട്ട് നിങ്ങൾ ക്ലിയർ സ്റ്റോറേജും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ പാസ്വേഡും ജിമെയിലും അടിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്യേണ്ടി വരും പിന്നെയും. അപ്പോൾ അതിന് ഒരിക്കൽ പോയി തൊടരുത്. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ ചാനലിൻ്റെ പേര് ഇതുവരെ അറിയാത്തവരുണ്ടെങ്കിൽ അബ്ദുൽ ടെക് വ്യൂ എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഓൾ എന്നായിരിക്കും കാണിക്കുക. ആ ഓളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അയക്കുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ളൊരു ഓപ്ഷനാണത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടവർ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഓക്കെ.